Welcome to Micro Health Talks, where we bring you insightful discussion on all things health and wellness. World Mental Health Day, October 10th today, is celebrated as World Mental Health Day across the globe. ലോക മാനസികാരോഗ്യ ദിനം ഇത്തവണത്തെ ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ ടൈറ്റിൽ അഥവാ ടാഗ്ലൈൻ എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് ഇൻ ഹ്യൂമാനിറ്റേറിയൻ എമർജൻസീസ് എന്നാണ്. സോ ഈ ഒരു ടോപ്പിക്കിൽ നമ്മളോട് അധികം ചർച്ച ചെയ്യാനും ഇൻസൈറ്റ്സ് നമുക്ക് തരാനായിട്ട് ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ അനീസലിയാണ്. വെൽക്കം ബാക്ക് ഡോക്ടർ, വെൽക്കം ബാക്ക് ടു മൈൻഡ് മാറ്റേഴ്സ് സീരീസ്. First of all, the doctor, it is your day, it is World Mental Health Day. Definitely, yeah. So, doctor, ഈ ഒരു തീം mental health in humanitarian emergencies, like two different extreme സംഭവങ്ങൾ ഇത് രണ്ടും എങ്ങനെയാണ് കോൺട്രഡിക്ട് ആവുന്നത്? So before we start, doctor, would you like to define mental health in humanitarian emergencies എന്നൊരു ടോപ്പിക്? Okay, definitely. We'll start with the Mental Health Day. That is ഇന്നിപ്പോ October 10th. അപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് മാനസിക ആരോഗ്യ ദിനം, ലോക മാനസിക ആരോഗ്യ ദിനം വളരെയധികം ആചരിക്കുന്നു അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളിലേക്കും ഇല്ലാത്ത അറിവുകൾ, മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള ഒത്തിരി സ്റ്റിഗ്മ, മിത്തുകൾ ഉണ്ട്. ആ തെറ്റിദ്ധാരണകൾ കറക്റ്റ് ചെയ്യാനും മനസ്സിലാക്കി കൊടുക്കാനും പുതിയ അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വശങ്ങളെ പറ്റി ഡിസ്കഷൻ നടത്താൻ കൂടിയിട്ടുള്ള ഒരു അവസരമായിട്ടാണ് വേൾഡ് ഫെഡറേഷൻ ഫോർ മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസോസിയേഷൻ 1992 ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് അത് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അത് ഏറ്റെടുക്കുകയും എവറി ഇയറിൽ October 10th ഈ വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യും. അത് ചില രാജ്യങ്ങൾ, ഓസ്ട്രേലിയ പോലുള്ള ചില രാജ്യങ്ങളൊക്കെ ഒരു വീക്ക് തന്നെ ഇത്തരം ഒരു അവയർനെസ്സിന്റെ ഭാഗമായിട്ട് ഒരു നടത്തുന്നു, പ്രോഗ്രാംസ്, വ്യത്യസ്ത പ്രോഗ്രാംസുകൾ നടത്തുന്നതാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഓരോ വർഷവും ഓരോ തീം ഇവർ കണ്ടെത്തും. ആ തീം അപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻസ് കൂടി നോക്കിയിട്ടാണ്. അപ്പൊ ഇപ്രാവശ്യത്തെ തീമാണ് ഇത് ഹ്യൂമാനിറ്റേറിയൻ എമർജൻസി. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി നമ്മളെ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ ഈടായിട്ടാണ് നമുക്ക് ഒരു 1 year കഴിഞ്ഞു വയനാട്ടിലൊക്കെ വലിയൊരു പ്രളയം, ഒരു ഭയങ്കരമായിട്ടുള്ള പ്രകൃതി ദുരന്തം തന്നെ ഉണ്ടായി, നാച്ചുറൽ കലാമിറ്റി ഉണ്ടായി. അതിന് കുറച്ച് മുമ്പ് നമുക്ക് വെള്ളപ്പൊക്കം, ഫ്ലഡ് ഉണ്ടായി. അതിന് കുറച്ച് മുമ്പ് കോവിഡ് എന്നുള്ള, ഇതൊക്കെ നമ്മൾ ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യും. അത് ഒരു വശത്ത് നടക്കുന്നു. വേറൊരു വശത്ത് ഇപ്പം നമുക്കറിയാം യുദ്ധം നടന്നുകൊണ്ടിരിക്കണം. അതിന്റെ നിർത്തലുകളും ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും കുറേ ജീവൻ ഇപ്പോഴും ഈ നിമിഷവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കും വേണ്ടപ്പെട്ടവരും വേണ്ട കുടുംബങ്ങളും വേണ്ടവരൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. നമുക്ക് ഇങ്ങകലെ നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇമ്പാക്ട് എത്രത്തോളം ഉണ്ട് നമുക്കറിയാം. അപ്പൊ അതിന്റെ എത്ര 10 മടങ്ങായിരിക്കും അവിടെയുള്ള സിറ്റുവേഷൻ. അതും നമ്മൾ ഐ വിറ്റ്നസ് ആകുമ്പോൾ, നമ്മൾ മുന്നിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ആളുകളുടെ മാനസികാവസ്ഥയെ കുറിച്ചാണ് ഈ പ്രാവശ്യത്തെ തീം. അതാണ് മെന്റൽ ഹെൽത്ത് ഇൻ ഹ്യൂമാനിറ്റേറിയൻ എമർജൻസീസ്. അതായത് അതിന്റെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അത്യാസന്ന നിലയിലുള്ള മാനസികാരോഗ്യം എങ്ങനെ നിലനിർത്താം, അതാണ്. അപ്പൊ അങ്ങനെ ഉള്ള നമുക്ക് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളിൽ വരുന്ന മാനസിക ആരോഗ്യം, ആ അവസ്ഥയിൽ ഉണ്ടാകുന്ന മാനസിക ആരോഗ്യത്തെ എങ്ങനെ നിലനിർത്താം എന്നുള്ളതാണ് ഈ പ്രശ്നം. അപ്പൊ തീർച്ചയായിട്ടും അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. പക്ഷെ അത് സാധാരണ പബ്ലിക്കിലേക്കും എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളത് കൊണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ നമ്മൾ സാധാരണ എല്ലാ സ്ഥലങ്ങളിലും അതിനെ പറ്റിയുള്ള അവയർനെസ് പ്രോഗ്രാം നടത്തുന്നത്. ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു തീം അവർ ചോദിച്ചത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ആൻഡ് ഓൾസോ ലൈക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റും കൂടെ. അപ്പം മൈ ക്വസ്റ്റ്യൻ ഇസ് ഇറ്റ് എക്സിസ്റ്റ്, ഓക്കെ, ബട്ട് ഇത് എങ്ങനെ നമുക്ക് അവരിലേക്ക് എത്തിക്കാൻ പറ്റും? തീർച്ചയായിട്ടും ഇപ്പൊ ഇതിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇപ്പൊ ഞാൻ പറയാൻ വന്ന നാച്ചുറൽ ആയിട്ടുള്ള കലാമിറ്റി, അതിന്റെ നാച്ചുറൽ കലാമിറ്റിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു 3 എണ്ണമായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന്, അതിനെപ്പറ്റിയൊരു അവബോധം. രണ്ടാമത്തത് ഒരു സമാശ്വാസം. മൂന്നാമത്തത് ആത്മവിശ്വാസം. ഈ 3 കാറ്റഗറൈസേഷൻ നമ്മൾ മനസ്സിൽ കാണണം. ഇതാണ് ഈ ആളുകൾക്ക് ആവശ്യം. ഒന്ന്, അവബോധം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്തരമൊരു ഇൻസിഡന്റ് ഉണ്ടായി, ഇപ്പൊ ഒരു സംഭവം ഉണ്ടായി, അത് നാച്ചുറൽ കലാമിറ്റിയാണ്, ഇപ്പൊ നമ്മളെ കൺട്രോളിലല്ല, നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ ഉണ്ടായി. ആ അനുഭവം അങ്ങനെ ഉണ്ട്, അതൊരു നാച്ചുറലായിട്ട് വന്നതാണ്, നമുക്ക് അതിൽ റോളൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങളെ സ്വയം ബോധ്യപ്പെടുത്തി തരിക എന്നുള്ളതാണ് അവബോധം. അത് നിങ്ങളെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം.
അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വീണ്ടും അത് ഇങ്ങനെ മനസ്സിൽ വിഷമം റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. അതിങ്ങനെ ഓരോ ആൻസൈറ്റി പ്രശ്നങ്ങളും ഒക്കെ ഇൻഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അത് തേട്ടി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു കൺട്രോൾ ഇല്ല. അത് ദൈവത്തിന്റെ ഒരു നാച്ചുറലായിട്ട് വരുന്ന ഒരു കലാമിറ്റി തന്നെ. അതായത് അപ്പൊ അത് നിങ്ങളെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ, അത് ബോധ്യപ്പെടുത്തി തരാൻ ആണ് നമ്മൾ ആ തെറാപ്പിസ്റ്റ് ശ്രമിക്കുക. രണ്ടാമത്തത് സമാശ്വാസം. എന്നാൽ നമ്മളെ ആശ്വസിപ്പിക്കുക. ഈ ആശ്വസിപ്പിക്കുന്നതും ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്രകടനം ഉണ്ടാക്കുകയും ചെയ്യും, മുറിവുകൾ കൂടുതൽ ഉണ്ടാക്കും. കാരണം നിങ്ങൾ ഒരിക്കലും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത, ചിലപ്പോൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത രംഗങ്ങളായിരിക്കും. വീണ്ടും ഞാനത് പറയുമ്പോൾ അത് വീണ്ടും നിങ്ങൾ ട്രിഗർ ചെയ്യുകയും പുതിയ പ്രശ്നത്തിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ പ്രൊഫഷണലായിട്ട് ആളുകളെടുത്ത് എത്തിയിട്ട് അതിനെ വേണ്ട രീതിയിൽ സമാശ്വസിപ്പിക്കുക. അതിന്റെ റിയാലിറ്റി എന്തെന്നുള്ളത് നിങ്ങൾ ബോധ്യപ്പെട്ടു, അതാണ് അവബോധം. അതിനുശേഷം ആ അവബോധത്തിലൂടെ തന്നെ നിങ്ങൾ അതിനെ സമാശ്വസിക്കുക. അതിന് വേറൊരു മാർഗമില്ലാത്ത രീതിയിൽ നമ്മളെ സ്വയം മനസ്സിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു മാർഗം. പിന്നെ ആത്മവിശ്വാസം. ഇതൊക്കെ നഷ്ടപ്പെട്ടാലും, നിങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടു, ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ മക്കള് നഷ്ടപ്പെട്ടു, ഒക്കെ നഷ്ടപ്പെട്ടാലും അത് എല്ലാം ആയില്ല, ജീവൻ ബാക്കിയുണ്ടല്ലോ, നമ്മൾ രക്ഷപ്പെട്ടല്ലോ, ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം, ഒരു സെൽഫ് കോൺഫിഡൻസ് നിങ്ങളിൽ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അതല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ വർക്കുകളും പ്രോഗ്രസ്സുകളൊക്കെ എഗെയിൻ നിങ്ങളെ നെഗറ്റീവ് എനർജി വന്നിട്ട് നിങ്ങൾ പിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഫുൾ ഫ്ലെഡ്ജിൽ നിങ്ങൾക്ക് ഒരു ഓപ്പൺ അപ്പ് ആയി ചെയ്യാൻ, ഒരു വർക്കിൽ പ്ലസന്റ് ആയി ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഈ 3 കാര്യങ്ങൾ, അവബോധം, സമാശ്വാസം, ആത്മവിശ്വാസം, ഇത് 3ആണ് വളരെ ഇമ്പോർട്ടൻസ്. ഇതാണ് നമ്മൾ സാധാരണ നാച്ചുറൽ കലാമിറ്റിയിലുള്ള ആളുകൾക്ക് മനസ്സിലാക്കുന്നത്. മറ്റുള്ളത് ഈ രാജ്യത്തിന്റെ പ്രശ്നങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗസ, ഇസ്രായേൽ, ഇതൊക്കെ ഏത് രാജ്യങ്ങൾ, ഉക്രൈൻ, ഏത് രാജ്യങ്ങളായിക്കോട്ടെ, നമുക്കൊന്നും ഇപ്പൊ ഈ രാജ്യങ്ങളെ പറ്റി എനിക്കൊന്നും ഹിസ്റ്റോറിക്കലായിട്ട് അത്ര വലിയ അറിയില്ല. പക്ഷെ ഇപ്പൊ ന്യൂസ് പേപ്പറൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ വായിക്കുന്നുണ്ട്, കുറച്ചെങ്കിലും അപ്ഡേഷൻ ഉണ്ടാക്കുന്നുള്ളത്. പക്ഷെ എന്തോ ആയിക്കോട്ടെ, ഓരോ രാജ്യങ്ങൾ തമ്മിലുള്ള പല വ്യത്യസ്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അവരുടെ ഈഗോ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഇതിന്റെ രാജ്യം ഭരിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ അതിന്റെ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ, പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ അതിന്റെ താല്പര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതിലൊക്കെ റിസൾട്ട് എന്താണ്? കുറെ ജീവൻ നഷ്ടപ്പെടുകയാണ്. ആ ജീവൻ നഷ്ടപ്പെടുമ്പോൾ ഒരു ഫാമിലിയിൽ നിന്ന് ഒരു കുട്ടി, എൻ്റെ വീട്ടിൽ നിന്ന് 2 പേര് നഷ്ടപ്പെടുന്നു, 3 പേര് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അവര് ഒരു ഹാൻഡിക്യാപ്പ് ആവും, കൈയില്ല, കാലില്ല, അങ്ങനെ വരുന്നു. അപ്പൊ എൻ്റെ മനസ്സിൽ ഉടലെടുക്കുന്ന ചില മുറിവുകളുണ്ട്. അത് ഒരിക്കലും മായ്ച്ചാൽ മായാത്ത തരത്തിൽ ഡീപ്പിലായിരിക്കും. എന്നും പിന്നെ ഞാൻ ശത്രുതയും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളുമായിട്ട് ഭയങ്കര ഒരു, നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. അത്രയും തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കാൻ നമ്മൾ അറിയാതെ. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഒരു തരത്തിലും നമുക്കിപ്പോ ഈജിപ്ത്, ഗസ, അതൊക്കെ ഏതോ ഒരു രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി അവരായിട്ട് നമുക്കധികം കോണ്ടാക്ട്സുകളൊന്നും ഇല്ല. നമ്മളെ കുറച്ച് കൊളീഗ്സുകളൊക്കെ കേട്ടിട്ടുണ്ടല്ലാതെ. പക്ഷെ എന്നിരുന്നാലും ചില ആളുകളിൽ അതൊരു വേറെ ഒരു വേണ്ടാത്തൊരു സ്പിരിറ്റ് വരെയാണ്, ഒരു എനിമിറ്റി വരെയാണ്. ആ ഒരു ഗഡ്ജ് വന്നിട്ട് അത്തരം ആളുകളെ കാണുമ്പോഴൊക്കെ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഡെവലപ്പ് ചെയ്തിട്ട്, അങ്ങനെ ഇനിയിപ്പോ കുറെ കഴിയുമ്പോഴായിരിക്കും അവിടെ ചില കൊലപാതകങ്ങൾ നടത്തി ഒരു സീരീസ് ഓഫ് കില്ലിംഗ് നടത്തിയതിന് പിന്നിൽ ചിലപ്പോൾ അന്നത്തെ കുറെ കാലത്ത് മുമ്പത്തെ അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ടു പോയ ഒരാളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ അതിന്റെ ആ ഇമ്പാക്ട് അയാളിൽ പ്രതിധ്വനിച്ചിട്ടാണ് അയാൾ ചിലപ്പോൾ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയും. അപ്പൊ ഇത്തരത്തിലുള്ള മാനസികാവസ്ഥ ഏതെല്ലാം മേഖലയിലേക്ക് എത്തിപ്പെടുന്നുള്ളത് നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റും. ആളുകൾ അത് എത്രത്തോളം മുറിവേൽപ്പിക്കുന്നുണ്ട്, അവിടെയുള്ള ആളുകൾ അതൊരു ഗ്രഡ്ജായിട്ടൊക്കെ മാറാൻ സാധിക്കും. പക്ഷെ അതിനോടൊപ്പം തന്നെ ഡോക്ടറിലേക്ക് ഒരു 7 കടലിനപ്പുറം ഇരിക്കുന്ന ആളുകൾക്ക് ഇത് കാണുമ്പോൾ അവർക്കും അത് മനസ്സിലായി അതുപോലെ ഒരു മുറിവാണ് ഏൽപ്പിക്കുന്നത്. ആളുകൾ അവിടെ ഇരുന്നും റിയാക്ട് ചെയ്യുന്നുണ്ട്. എത്ര ദൂരെയാണെങ്കിലും അവര് ഇതിന് വേണ്ടിയിട്ട് അവര് വോയിസ് ഫോർ ദ വോയിസ്ലെസ്. സോ ദ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഓൺലി ഫോർ ദ പീപ്പിൾ, ആ ഒരു വാർ സോണിലുള്ള ആളുകൾക്ക് മാത്രമല്ല, ബട്ട് ഇറ്റ് ഈസ് ഗ്ലോബലി. ഡെഫിനറ്റ്ലി. ഇപ്പൊ എന്റെ അടുത്തൊക്കെ സൈക്കാട്രിക് പ്രോബ്ലംസ് ആയിട്ട് ഇത്രയും ന്യൂസുകൾ വായിച്ചിട്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ മെന്റലി റെസ്റ്റ്ലെസ് ആയിട്ട് വരുന്നുണ്ട്. അവരായിട്ട് ആരും റിലേറ്റഡ് ഒന്നല്ല. അവർ ഈ ന്യൂസിലൂടെയും പത്രമാധ്യമങ്ങളുടെയും ദൃശ്യമാധ്യമങ്ങളുടെയും കണ്ടിട്ടുള്ള ആ ഇമ്പാക്ട് അവർക്ക് സഹിക്കവയ്യാതായിട്ട് വെരി സെൻസിറ്റീവ് ആയിട്ടുള്ള മൈൻഡുള്ള ആളുകളൊക്കെ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. മറ്റുള്ളവർ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു നിൽക്കും. അവരുടെ ആ വിഷമങ്ങൾ, ഇപ്പൊ നമ്മൾ തന്നെ ഒരു സിനിമ കാണുമ്പോൾ ആ സിനിമയിൽ നമ്മളെ ഇൻവോൾവ്മെന്റ് വരുമ്പോഴാണ് നമുക്ക് സെന്റിമെന്റും കരച്ചിലൊക്കെ വരുന്നത്. അതർവൈസ് എങ്ങനെ നമ്മളൊരു എന്റർടൈൻമെന്റിന് വേണ്ടി പോയതാണ്, നമ്മളൊരു പൈസ കൊടുത്ത് പോയതാണ്. പക്ഷെ അതിൽ നമ്മൾ ആ കഥാപാത്രത്തോട് അലിഞ്ഞു ചേരുമ്പോൾ ആ കഥാപാത്രത്തിനുണ്ടായിട്ടുള്ള ആ കഥാപാത്രത്തിന്റെ മകൾക്കോ മകനോ കഥാപാത്രത്തിനോട് അസുഖം വരുമ്പോൾ നമ്മളും ഇമോഷണലായി നമ്മൾ കരയുന്നു.
ഫീലിങ്സ്. അതെങ്ങനെ വരുന്നു? ആകെ 2 മണിക്കൂർ നമ്മളൊരു തിയേറ്ററിൽ പോയിരിക്കുന്ന സമയത്താണ് അത് കാണുന്നത്. അപ്പൊ അത്തരം ഇമ്പാക്റ്റുകൾ ധാരാളം ആളുകളെ പല തരത്തിൽ ബാധിക്കും. പല കുട്ടികളിലും പല ആളുകളിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ എങ്ങനെയും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി അത് അതിനെ ബാധിക്കും. ഓവർകം ചെയ്യാം. സോ ഡോക്ടർ, നമ്മളിപ്പോൾ ലൈക്ക് എങ്ങനെയൊക്കെ ഓവർകം ചെയ്യാം എന്ന് നമ്മൾ ഡോക്ടർ പറഞ്ഞു. അതെ. സോ ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്തൊക്കെയായിരിക്കും ദ പീപ്പിൾ ആ. who are affected by this ആ. calamities, natural calamities ആയിക്കോട്ടെ, അതെ. man-made ആയിക്കോട്ടെ? അത് സാധാരണഗതിയിൽ ഇമ്മീഡിയറ്റ് ഇമ്പാക്ട് ഉണ്ടാവുന്നതുകൊണ്ട് ലേറ്റർ ആയിട്ട് ഉണ്ടാവുന്നതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇമ്പാക്ട് ആണ് നമ്മളിപ്പോ ഈ ഐ വിറ്റ്നസ് ആയിട്ട് ഇപ്പൊ കുറച്ച് പേര് നമ്മള് ഇതിന് പിന്നെ എന്താ പറയാ രക്തസാക്ഷികളായി. ഒരു നാച്ചുറൽ കലാമിറ്റി വരുമ്പോ കുറച്ച് പേര് മരണപ്പെട്ടു, അവര് പോയി. പക്ഷെ അതിനെ അതിജീവിച്ചു വന്ന ഒരു വിഭാഗം ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ അവരെ കൺമുന്നില് ഓരോ അവയവങ്ങൾ നഷ്ടപ്പെട്ടതും മറ്റൊക്കെ ആയിട്ടുള്ള കാണുമ്പോൾ ആ രംഗങ്ങൾ നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം എത്രത്തോളം. കാരണം അവരെ കൂടെ അതുവരെ ജീവിച്ച ആളുണ്ട്, കൈയില്ലാതെ കാലില്ലാതെ വളരെ വൾഗർ ആയിട്ടുള്ളൊരു ഹെൽപ്ലെസ് സിറ്റുവേഷൻ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ. അപ്പൊ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചില ആളുകൾക്ക് അക്യൂട്ട് സൈക്കോസിസ് പറയും, സ്ട്രെസ് ഇൻഡ്യൂസ് സൈക്കോസിസ് അങ്ങനത്തെ ഒരു കണ്ടീഷൻസിലേക്ക് വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൻസൈറ്റി പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് പെട്ടെന്ന് കണ്ണിൽ ഇരുട്ട് കയറണമാതിരി, ഭയം കയറണമാതിരി, അല്ലെങ്കിൽ ഉറക്ക് നഷ്ടപ്പെടുക, പെട്ടെന്ന് ഞെട്ടുക, പെട്ടെന്ന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത അനുഭവപ്പെടുക, ബിഹേവിയറൽ പ്രോബ്ലംസ് ഒക്കെ കാണിക്കുക, ഒരു വയലൻസ് കാണിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു വിഭാഗം ആളുകൾക്ക് അപ്പോൾ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല. കാരണം നമ്മളെ സമാശ്വസിപ്പിക്കാനും ഒക്കെ ആളുകളും വാലണ്ടിയേഴ്സും ഒക്കെ വരും. അപ്പൊ നമ്മൾ കുറെ ആളുകൾക്ക് നമുക്കുണ്ട്, ചുറ്റുപാടിലുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചൊരു സമാധാനം കിട്ടും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എപ്പോഴും നിൽക്കാൻ പറ്റത്തില്ല. അതങ്ങനെ ഓരോരുത്തർ കൊഴിഞ്ഞു പോകുമ്പോൾ പിന്നീട് നമുക്ക് ഒരു 3 മാസങ്ങൾക്ക് ശേഷം നമുക്കിങ്ങനെ ഒരു ആൻസൈറ്റി, അതിന്റെ ഓരോ രംഗങ്ങളെ ഓർത്തുകൊണ്ടൊക്കെ ഉണ്ടാവും. അതിനാണ് PTSD എന്നൊക്കെ പറയുന്ന ഒരു രംഗം, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അപ്പൊ അതൊക്കെ ഒരു ആൻസൈറ്റിന്റെ ഭാഗമാണ്. ഇത്തരം കണ്ടീഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. അപ്പൊ ആ ഡെവലപ്പ് ചെയ്യുമ്പോൾ പിന്നെ അതിനുള്ള യഥാർത്ഥത്തിലുള്ള തെറാപ്പി, പ്രൊഫഷണൽ തെറാപ്പി കൊടുക്കണം. അതോടനുബന്ധിച്ച് ചില മെഡിക്കേഷൻ നെസസിറ്റി ആയിട്ടുണ്ടെങ്കിൽ അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് റിക്കവറിയിലേക്ക് വരുള്ളൂ. എന്നാൽ പോലും ആ സിറ്റുവേഷൻസ്, ഇപ്പൊ എനിക്ക് എൻ്റെ ഒരു കൊച്ചിനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കുട്ടീനെ കാണുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് ആ ഒരു കൊച്ചിനെ കാണുമ്പോൾ എൻ്റെ ഈ വേണമായിരിക്കും. ഇപ്പോ സാധാരണ കാണുന്ന ഒരു കോമൺ പ്രോബ്ലംസ് ആണ്. ഇപ്പോ ഈ വയനാട്ടിലേക്ക് പ്രശ്നം വന്നപ്പോൾ, ദുരന്തം വന്നപ്പോഴൊക്കെ കുറെ ആൾക്കാർക്ക് വരുന്നതാണ് ഒരു മലകൾ കണ്ടാൽ ഭയം, അതുപോലെ പെട്ടെന്ന് മഴ വന്നാൽ ഭയം. മഴ വന്ന് കാറ്റും വരുമ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അത് വന്നത്, പ്രളയം വന്നത്. അപ്പോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ആദ്യം അവരുടെ മനസ്സിൽ വരികയാണ്. അപ്പൊ ഇങ്ങനത്തെ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ ലൈറ്റ് പെട്ടെന്ന് ഇല്ലാതാവുമ്പോൾ, ഇപ്പൊ നമ്മൾ കറണ്ട് പോകുമ്പോൾ സമയത്തൊക്കെ പെട്ടെന്ന് ഈ സിറ്റുവേഷനാണ് അവർക്ക് ട്രിഗർ ചെയ്യുക. ഇപ്പൊ ഇടിമിന്നൽ കേൾക്കുമ്പോൾ, അപ്പൊ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നാച്ചുറലായിട്ട് വരുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആദ്യം എന്റെ മൈൻഡിൽ സൈറൻ അലാറം മുഴങ്ങുന്ന അതാണ്. കുട്ടികൾക്കൊക്കെ ആംബുലൻസിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഭയം വരും. ഡോക്ടേഴ്സിന്റെ ഡ്രസ്സ് കാണുമ്പോൾ, സ്റ്റെതസ്കോപ്പ് കാണുമ്പോൾ ചെറിയ കുട്ടികൾ കൺസൾട്ട് റൂമിലേക്ക് വരുമ്പോൾ തന്നെ കരച്ചിൽ തുടങ്ങും. ബിക്കോസ് അവർക്ക് ഇഞ്ചക്ഷൻസ് എന്തെങ്കിലും, ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായിട്ട് ഇഞ്ചക്ഷൻസ് എന്തെങ്കിലും നഴ്സുമാരും സിസ്റ്റർമാരും കൊടുത്തപ്പോൾ അവരെ മനസ്സിന് ചെറിയ കൊച്ചാണെങ്കിലും ആ ഡ്രസ്സ്, വൈറ്റ് ആപ്രണും സ്റ്റെതസ്കോപ്പും മറ്റുള്ള കാര്യങ്ങൾ അവർ മൈൻഡ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ആ സീൻ കാണുമ്പോൾ തന്നെ റൂമിലേക്ക് വരുമ്പോൾ തന്നെ കുട്ടി കരച്ചിൽ തുടങ്ങും. അപ്പൊ അത്തരത്തിലുള്ള ഇമ്പാക്ട് ഭയങ്കര അതാണ്, നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ്. പിന്നെ അതിനെ ഓരോ സിംറ്റമാറ്റിക്കലി നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. അതിനാണ് നമുക്ക് നെസസറി ആയിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കുക. അതോടനുബന്ധിച്ച് ചില മെഡിക്കേഷൻസ് ചിലപ്പോൾ ആൻസൈറ്റി കുറയ്ക്കാനും സ്ലീപ്പ് റെഡ്യൂസ് ചെയ്യുന്ന സ്ലീപ്പ് ഇൻക്രീസ് ആക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ളത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അവരെ നോർമാലിറ്റിയിലേക്ക് നമ്മൾ കൈപിടിച്ച് കൊണ്ടുവരണം. അങ്ങനെ അവര് ഇതിലേക്ക് തിരിച്ചു വരണം. ഇപ്പൊ ഡോക്ടർ, നമുക്ക് കോസ് അറിയാം, കോസിന് വേണ്ടുന്ന സൊല്യൂഷൻ പറയാം, റെമഡീസ് എന്താണ് നമുക്ക്. പക്ഷെ ഇത് എത്രത്തോളം അവരിലേക്ക് എത്തുന്നുണ്ട്, അല്ലെങ്കിൽ എത്തിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ വോളണ്ടറി ആയിട്ട് തന്നെ കുറെ ആളുകൾ ഇതിനൊരു പാഷനായിട്ട് ഇതിന് താല്പര്യപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള അവരൊക്കെ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റുള്ള ആളുകൾ തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ ഈ പ്രളയത്തിന്റെ സമയത്തൊക്കെ തീർച്ചയായിട്ടും ചില ആളുകൾക്ക് ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പൊ അതിന് അവരത് ഓണറി ആയിട്ട് വേറെ ഒന്നും എക്സ്പെക്ട് ചെയ്താൽ തന്നെ അവരുടെ മുറിവുകൾ ചതകൾ നോക്കാതെ തന്നെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയി 1-2 ആഴ്ചയൊക്കെ അവിടെ സ്റ്റേ ചെയ്ത് ഹെൽപ്പ് ചെയ്ത് അവരോട് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വിഭാഗം ആളുകളുണ്ട്. പിന്നെ പല ഓർഗനൈസേഷൻസ് അത് എടുത്ത് വേൾഡ് വൈഡ് ഓർഗനൈസേഷൻസ് ഉണ്ട്. പല ക്ലബ്സുകളൊക്കെ അവരുടെ ഒരു അജണ്ട തന്നെ ഈ പ്രാവശ്യം ഇതാവണം എന്നുള്ള രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്.
പിന്നെ ഹെൽപ്പിംഗ് ഹാൻഡ്സ് മറ്റു തരത്തില് സാധനങ്ങളൊക്കെ നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഡ്രസ് ആയിക്കോട്ടെ, അതുപോലെ ഈറ്റബിൾ ഐറ്റംസ് ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ എത്തിക്കാനുള്ള സാധനങ്ങളുണ്ട്. അപ്പൊ അതിലും ഇപ്പൊ എത്തറ്റിക് ആയിട്ട് കണ്ടീഷൻ ഇപ്പൊ മറ്റുള്ള നാച്ചുറൽ അല്ലാതെ വന്നപ്പോ രാജ്യങ്ങൾ തമ്മിലൊക്കെ ഇപ്പൊ ഫുഡ് വരെ അവിടെയൊക്കെ ഈ ഗസ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഫുഡ് വരെ എത്തിക്കാൻ മറ്റു രാജ്യങ്ങളിൽ നിന്ന് അവർ ഹെൽപ്പ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ വരെ എത്തിക്കാൻ സാധിക്കാതെ വരുന്നു. അത് ബ്ലോക്ക് ചെയ്യുന്നു. അതുപോലെ അത് എയറിലൂടെ മറ്റും ഡ്രോപ്പ് ചെയ്യുന്നത് പെരുക്കിയെടുക്കാൻ പോകുന്ന ആളുകളെ അവിടെ വെച്ചിട്ട് മിസൈൽ, ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള നമ്മളാ ഹ്യൂമൻ വാല്യൂ നഷ്ടപ്പെടുക. നമുക്ക് ആ മനുഷ്യത്വപരമായിട്ടുള്ള ആ ഒരു വാല്യൂ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇനി എന്തുണ്ടായിട്ടും കാര്യം. നമ്മളിപ്പോ വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ലൈഫാണ് നമുക്കിവിടെ ഈ വേൾഡില്. നമ്മളെപ്പോഴും ആലോചിക്കണം അല്ലേ? ആ ലൈഫില് നമ്മള് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത പുലർത്തി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് പകരം നമ്മൾ എൻജോയ് ചെയ്ത് ഹാപ്പി ആയിരിക്കുകയാണെങ്കിൽ തന്നെ എന്തെല്ലാം ഫിസിക്കൽ കണ്ടീഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പല ഫിസിക്കൽ കണ്ടീഷൻസ് നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് ആയിക്കോട്ടെ, ഡയബറ്റീസ് മെലിറ്റസ് ആയിക്കോട്ടെ, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് പെട്ടതാണല്ലോ. ഇതിലൊക്കെ ആണെങ്കിൽ പോലും അവരൊക്കെ ഒരു കാർഡിയോളജിസ്റ്റ് ആണെങ്കിലും ഡയബറ്റോളജിസ്റ്റ് ആണെങ്കിലും അവരൊക്കെ ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ആ ഇമോഷൻസ് നമ്മളെ ഏതെല്ലാം അവയവത്തിനെ ഏതെല്ലാം രീതിയിൽ എന്നുള്ളത് ഈവൻ ലേറ്റസ്റ്റ് സ്റ്റഡീസിന് വരെ അറിയാത്ത പല കാര്യങ്ങളും ഇൻഡിവിജ്വൽ വേരിയേഷൻസ് ഉണ്ടാവും. കാരണം എനിക്കൊരു ഇമോഷൻ ഉണ്ടാകുമ്പോൾ എന്റെ വീട്ടിലൊരു ഇമ്പാക്ട് ഉണ്ടാകുമ്പോൾ അത് എത്രത്തോളം എന്റെ അവയവങ്ങളെ ബാധിക്കുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ആൾക്കൊക്കെ ഉണ്ടാകും അത്ര തരത്തിൽ ഇമ്പാക്ട് ഉണ്ടായിക്കോളുന്നില്ല. കാരണം നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡിഫറെന്റ് ആണ്. ഓരോരുത്തർക്ക് ഇൻഡിവിജ്വലി അതിൽ വേരിയേഷൻ അപ്പൊ അത് ഭയങ്കരം തന്നെയാണ്. സത്യമായിട്ട് മെന്റൽ ഹെൽത്തിനെ വളരെയധികം പ്രാധാന്യം ഉണ്ട്, അത് ബാധിക്കുന്നുണ്ട്. ഡോക്ടർ, വേൾഡ് മെന്റൽ ഹെൽത്ത് നമ്മുടെ പ്രേക്ഷകർക്ക് ഡോക്ടർ കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? തീർച്ചയായിട്ടും മാനസികാരോഗ്യം വളരെ പ്രാധാന്യമുള്ളതാണ്. ശാരീരിക ആരോഗ്യം ഫിസിക്കൽ കംപ്ലൈൻസിനെ പോലെ തന്നെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ മാനസികാരോഗ്യത്തിനെ കൺസിഡർ ചെയ്യണം, കാണണം. ഈ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരത്തെ കൂട്ടി നമ്മൾ മനസ്സിലാക്കി അതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളെടുത്ത് പോവുകയാണെങ്കിൽ അതിന്റെ നെസസിറ്റി ആയിട്ടുള്ള കൗൺസിലിങ്ങും തെറാപ്പിയും കിട്ടിക്കഴിഞ്ഞാൽ ഈവൻ നീഡഡ് ആണെങ്കിൽ മെഡിസിനിൽ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് അതിന് മുക്തി നേടി നോർമൽ അവസ്ഥയിലേക്ക് വരാൻ കഴിയുമെന്നുള്ളതാണ് പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്. അപ്പോൾ നമ്മളെ കൂട്ടുകാരും ബന്ധുക്കളും ആരെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹെൽപ്പിംഗ് ഹാൻഡുമായി മറ്റൊരു മോണിറ്ററി ബെനിഫിറ്റ്സ് നോക്കാതെ തന്നെ നമ്മളതിലേക്ക് ഇറങ്ങിത്തിരിക്കണം. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും ഈ അവസ്ഥ വരുമ്പോൾ നിങ്ങളെ ഹെൽപ്പ് എനിക്കും വേണ്ടി വരും. ഞാൻ ഇന്ന് നിങ്ങളെ കൂടെ ഹെൽപ്പ് നിൽക്കുമ്പോൾ അതൊരിക്കലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പ്രയാസമില്ലാതെ പോകും. പിന്നെ വെറുതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിദ്വേഷങ്ങളും പകകളും എല്ലാം ഒഴിവാക്കി നമ്മൾ ഉള്ള ലൈഫിൽ റിയാലിറ്റിയോട് ബോധ്യപ്പെട്ട് നമ്മൾ ഹാപ്പിയായി ജീവിക്കാൻ നമ്മൾ പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്ത് സന്തോഷകരമായുള്ള ലൈഫ് ജീവിക്കാൻ സാധിക്കും. അത് കേട്ടുകൊണ്ടിരിക്കുന്ന കേൾക്കുന്ന എല്ലാവർക്കും അത്തരത്തിലുള്ള എല്ലാവിധ ഭാവങ്ങളും മാനസികാരോഗ്യം നല്ല ആരോഗ്യത്തോടുകൂടി നിൽക്കാൻ, അതുപോലെ തന്നെ ഫിസിക്കൽ കംപ്ലൈൻസ് ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്കെല്ലാം സാധിക്കട്ടെ എന്ന് ഞാൻ ഈ ദിനത്തിലെ പ്രത്യേകിച്ചും നിങ്ങളോട് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത വർഷത്തെ മെന്റൽ ഹെൽത്ത് ലോക മാനസികാരോഗ്യ ദിവസം വരുമ്പോഴേക്കും കുറച്ചുകൂടെ നല്ലൊരു തീം അവർ അക്സെപ്റ്റ് ചെയ്യട്ടെ. ബിക്കോസ് ഇത് ഇപ്പോഴത്തെ ആവശ്യമാണ്. ഇറ്റ്സ് എ നീഡ് ഓഫ് ദി ഹവർ. സോ അടുത്ത വർഷത്തേക്ക് ഇതുപോലത്തെ ഒരു ആവശ്യം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു നീഡ് വരാതിരിക്കട്ടെ. സോ ലെറ്റ് ലീവ് എന്ന ഒരു കോൺസെപ്റ്റ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യട്ടെ നമുക്ക് ആശംസിക്കാം. സോ വിത്ത് ദാറ്റ് വി ആർ സൈനിങ് ഓഫ്. ഡോക്ടർ അനീസ് അലി, മൈക്രോ ഹെൽത്ത് ടോക്സ് ഫോർ പ്രഷ്യസ് ലൈഫ്.